നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ വിൻഡോ അങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് ചുട്ടപ്പം പോലെ ചൂട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് ഓൺസ്റ്റീനും ഫാബ്രീസിയോ റൊമാനോയും നല്ല 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 കിഡിലൻ റിപ്പോർട്ടുകളും നല്ല 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 കിഡിലൻ അപ്ഡേറ്റുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലെ ഡേവിഡ് ഓൺസ്റ്റീനും ഒന്ന് എനർജറ്റിക് ആയ ദിവസമായിരുന്നു. പുള്ളിയുടെ കുറേ അപ്ഡേറ്റുകൾ വന്നൊരു ദിവസമായിരുന്നു. സോ നമുക്ക് ഫസ്റ്റ് തന്നെ അതിലോട്ട് പറഞ്ഞ് തുടങ്ങാം. സോ കുറച്ച് അപ്ഡേറ്റുകൾ ആദ്യമേ പറഞ്ഞിട്ട് നമ്മുടെ ഒരു പോയിന്റിലോട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഫാബ്രീസിയോയും അതുപോലെ തന്നെ ഡേവിഡ് ഓൺസ്റ്റീനും തന്നിട്ടുണ്ട്. സോ അത് പറഞ്ഞ് നമുക്ക് എൻഡപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ സ്പീഡിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പറയാനായിട്ടാണ് നോലാങ്ങിനെ PSVയിൽ നിന്നും 28 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജിന് നാപ്പോളി സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റോട് പോകാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഫാബ്രിസ് റൊമാനോ ഉൾപ്പെടെയുള്ള സോഴ്സുകൾ പറയുന്നത് ഇന്റർ മയാമിയുമായിട്ട് റോഡ്രിഗോ ഇപ്പോൾ ഡിസ്കഷനിലാണെന്നും പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അത്ലറ്റിക്കോയായിട്ടൊരു ഡീൽ അഗ്രി ചെയ്തിട്ടില്ല. താരം റെഡിയാണ് ഇന്റർ മയാമിലോട്ട് ഈ സമ്മറിൽ മൂവ് ചെയ്യാനായിട്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് പക്ഷേ താരത്തിനെ വിൽക്കുന്നതിന് അഗെയിൻസ്റ്റ് ആണ്. ആൾ 2026 ഫ്രീ ഏജന്റ് ആവുകയാണ്. സോ ആളിന് മുമ്പിൽ ഒരു പുതിയ കോൺട്രാക്ട് പ്രപ്പോസൽ അത്ലറ്റിക്കോ വിട്ടിട്ടുമുണ്ട്. സോ ഇന്റർ മയാമി വെയിറ്റ് ചെയ്യാൻ റെഡിയാണ് 2026 വരെ, അല്ലെങ്കിൽ സമ്മറിൽ ഒരു ഫീസ് കൊടുത്ത് കൊണ്ടുവരാനും റെഡിയാണെന്ന് കേൾക്കുന്നു. സോ ലെറ്റ്സ് അത്ലറ്റിക്കോ നെഗോഷിയേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതുപോലെ തന്നെ ലൂയിസ് ഡിയാസ് ബയൺ മ്യൂണിക്കുമായിട്ട് പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു. ക്രിസ്ത്യൻ ഫോക്കും അതുപോലെ തന്നെ ബൈൽഡും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഫാബ്രിസോ റൊമാനോ ലേറ്റസ്റ്റ് പോസ്റ്റിൽ അതായത് ഇട്ടിരിക്കുന്നത് ജൂണിൽ ബാർസലോണ ഡിയാസിന് വേണ്ടി ഒരു പ്രപ്പോസൽ, ഒഫീഷ്യൽ പ്രപ്പോസൽ അല്ല, ഒരു അപ്രോച്ച് നടത്തി. അത് അപ്പം തന്നെ ലിവർപൂൾ റിജക്ട് ചെയ്തു. കൂടാതെ ബയൺ മ്യൂണിക്കിന്റെ ഒരു അപ്രോച്ചും ലിവർപൂൾ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ പ്ലറ്റംബർഗ് ഒക്കെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പേഴ്സണൽ ടൈംസ് അങ്ങനെ അഗ്രി ചെയ്തു, മ്യൂച്വൽ അഗ്രിമെന്റിലെത്തി, അങ്ങനെയൊന്നും ഇല്ല, അത് റിലയബിൾ അല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ക്രിസ്ത്യൻ ഫോക്കും ബൈൽഡും പറയുന്നത് പേഴ്സണൽ ടൈംസിൽ എത്തിയെന്നാണ്. മേ ബി റിയൽ ആയിരിക്കാം, കാരണം ആൾക്ക് മൂവ് നടത്താൻ ആഗ്രഹമുണ്ട്. സോ ബാർസലോണ ആയിരിക്കും ആളുടെ പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ. ബട്ട് ബാർസലോണയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ആക്കണമുണ്ട്. ബയൺ മ്യൂണിക്കുമായിട്ട് മേ ബി ഡിസ്കസ് ചെയ്ത് സാലറി പാക്കേജും മറ്റുമൊക്കെ അഗ്രി ചെയ്ത് കാണും. സോ ലിവർപൂളായിട്ടൊരു പ്രൈസിൽ എത്തേണ്ട ആവശ്യമുണ്ട്. സോ ലെറ്റ്സ് സീ. ലൂയിസ് ഡിയാസിന് വേണ്ടി ബാർസയും ബയൺ മ്യൂണിക്കിന്റെ അകത്തുണ്ട്. ലിവർപൂൾ വിൽക്കത്തില്ല എന്ന് പറഞ്ഞ സ്റ്റാൻസ് നിൽക്കുകയാണ്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണെങ്കിൽ റിക്കാർഡ് റിയോസ്, നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് നല്ല ലിങ്ക്സ് ഉള്ള ഒരു മിഡ്ഫീൽഡറാണ്. താരത്തിന് 30 മില്യൺ യൂറോസിന് പാൽമേറസ് ഈ സമ്മറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്റർ മിലാനും AS റോമയും താരവുമായിട്ട് ടോക്സ് നടത്തിയെന്നും താരത്തിനെ ക്ലബിൽ എത്തിക്കാനായിട്ട് നീക്കങ്ങൾ തുടങ്ങിയതെന്നും കേൾക്കുന്നു. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൈറ്റ് നൗ സീരിയസ്ലി ആ ഡീലിൽ പ്രോഗ്രസ് ചെയ്യുന്നു. പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു, പ്രൈസ് കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിൽ അപ്ഡേറ്റുകളൊന്നും വരുന്നില്ല. ഫാബ്രിസിയോയുടെ റിപ്പോർട്ടുകൾ ശരിയാണ്. ഇന്റർ മിലാനും AS റോമയും ആ ഡീലിൽ ഉടനെ തന്നെ എൻ്റർ ആയേക്കാം. അതുപോലെ തന്നെയാണ് ആന്റണി എലാങ്കയുടെ കാര്യം. സോ എലാങ്ക ടു ന്യൂകാസിൽ ഹിയർ വീഗോ വന്നിട്ടുണ്ട്. സോ ന്യൂകാസിൽ അവരുടെ ഫസ്റ്റ് ടാർഗറ്റിനെ എത്തിച്ചിരിക്കുകയാണ്. 55 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജിനാണ് ന്യൂകാസിൽ എലാങ്കയെ നോട്ടിംഗം ഫോറസ്റ്റിൽ നിന്ന് കൊണ്ടുവരിക. സോ അതിൽ നിന്ന് 5 മില്യൺ പൗണ്ട്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടുന്നതാണ്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഡേവിഡ് ഓൺസ്റ്റീന്റെ ഭാഗത്തുനിന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഫാബ്രിസിയോ റൊമാനോ അത് അർപ്പിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, ഇന്റർ മയാമി കോൺഫിഡന്റ് ആണ്. ലയണൽ മെസ്സി ഇന്റർ മയാമി തന്നെ തുടരും. ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്ന അൽ ഹിലാൽ സീരിയസ്ലി താരത്തെ വലിക്കാനായിട്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നാണ്. പക്ഷേ താരം ഇന്റർ മയാമിയായിട്ട് പോസിറ്റീവായിട്ടാണ് ടോക്സ് വന്നതും. ലയണൽ മെസ്സി ഈ അതായത് ഈ ഡിസംബർ വരെയാണ് ആൾക്ക് കോൺട്രാക്ട് ഉള്ളത്. ആൾ കോൺട്രാക്ട് ഇന്റർ മയാമിയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. സോ ആൾ യൂറോപ്പിലോട്ടോ അൽ ഹിലാലിലോട്ടോ പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്ന് വേൾഡിലെ ഏറ്റവും 2 ടോപ്പ് റിലയബിൾ ജേർണലിസ്റ്റുകൾ ഡേവിഡ് ഓൺസ്റ്റീനും ഫാബ്രിസിയും തർപ്പിച്ച് പറയുന്നുണ്ട്. സോ അവിടെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് കടക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മെയിൻലി ഡാർവിൻ ന്യൂനസിന്റെ കാര്യത്തിൽ. ഡാർവിൻ ന്യൂനസിന് 43 മില്യൺ പൗണ്ട്സ് ഫിക്സഡ് പ്ലസ് 4 മില്യൺ പൗണ്ട്സ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജ്, 47 മില്യൺ പൗണ്ട്സിന്റെ ഒരു ടോട്ടൽ പാക്കേജ് നാപ്പോളി വിട്ടെന്ന് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ലിവർപൂൾ റിജക്ട് ചെയ്തു. അവർ 70 മില്യൺ പൗണ്ട്സ് വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അവിടുന്ന് അടുത്ത ഒരു ഡിമാർസിയോ അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റാസ്മസ് ഹോയ്ലൻഡിനെയാണ്. സോ റാസ്മസ് ഹോയ്ലൻഡിൽ AS റോമ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. ബട്ട് റൈറ്റ് നൗ റാസ്മസ് ഹോയ്ലൻഡിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടാൻ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആസ്ക് ചെയ്യുന്ന 45 മില്യൺ യൂറോസ് കൊടുക്കാൻ റോമ റെഡി ആയിരിക്കത്തില്ല. ഒരു ലോൺ പ്രപ്പോസൽ ആയിരിക്കും റോമ വിടാൻ പോകുന്നതെന്നാണ് ഡിമാർസിയോയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. സോ റോമ 100 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജ്, അഥവാ ഒരു ബഡ്ജറ്റാണ് ഗ്യാസ്പ്രീനിക്ക് കൊടുത്തിരിക്കുന്നത്. ഈയിടെയാണ് അവർ ഗ്യാസ്പ്രീനിനെ ഒഫീഷ്യൽ ആക്കിയത്. സോ ലെറ്റ്സ് റാസ്മസ് ഹോയ്ലൻഡ് നീങ്ങുമില്ല എന്നുള്ളത്. സോ ഗോൺസാലോ ഗാർസിയനെ റയൽ മാഡ്രിഡ് തൽക്കാലം ഒരിടത്തോട്ടും വിടുന്നില്ല. പല മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ ലലീഗ ക്ലബ്ബുകളും താരത്തെ വാങ്ങിക്കാനും ലോണിൽ എത്തിക്കാനും താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും
താരത്തിനെ തൽക്കാലം വിടുന്നില്ല എന്നുള്ള ഡിസിഷൻ റയൽ മാഡ്രിഡ് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ എഡർസൺ, അറ്റ്ലാന്റയുടെ മിഡ്ഫീൽഡർ എഡർസൺ 60 മില്യൺ യൂറോസാണ് അറ്റ്ലാന്റ ഡിമാൻഡ് ചെയ്യുന്നത്. താരവും പല ക്ലബ്സുമായിട്ട് ടോക്സ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വിക്ടർ ഒസിമൻ അൽ ഹിലാലും കൂടാതെ മാൻ യുണൈറ്റഡും ലിവർപൂളും ചെൽസി എല്ലാവരുമായിട്ട് ലിങ്ക്സ് ഉണ്ടായിരുന്ന പ്ലെയർ. താരം പേഴ്സണൽ ടൈംസ് ഗാലറ്റസറായിട്ട് അഗ്രി ചെയ്തിരിക്കുകയാണ് 2028 വരെ 60 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് പ്രൊപ്പോസൽ ഗാലറ്റസറായി വിട്ടു. പക്ഷേ 75 മില്യൺ യൂറോസിൽ കുറഞ്ഞ് കൊടുക്കത്തില്ല എന്നുള്ള വാശിയിലാണ് ഞാപ്പിളി ഇപ്പം നിൽക്കുന്നത്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണ്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എംബൂമോ ഡീലിനെ കുറിച്ച് ഫാബ്രിസിയോയുടെ ലേറ്റസ്റ്റ് സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ എംബൂമോ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അബ്സല്യൂട്ട് പ്രയോറിറ്റി. ആ ഒരു ഡീലിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ആ ഒരു ഡീൽ ഇതുവരെ കൺഫേം ആയിട്ടില്ല. പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി നിൽക്കുകയാണ്. പക്ഷേ 70 മില്യൺ പൗണ്ട്സിൽ കുറഞ്ഞ ഒരു എമൗണ്ടിന് തരത്തില്ല എന്നുള്ള വാശിയിൽ തന്നെയാണ് ബ്രെൻഫോർഡ് നിൽക്കുന്നത്. ഉടനെ 12 ദിവസത്തിനകം തന്നെ ജൂലൈ 19 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫസ്റ്റ് പ്രീ സീസൺ മാച്ച് തുടങ്ങും. സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എംബൂമോ ഡീലിൽ വർക്ക് ചെയ്യുന്നു. എംബൂമോ ഡീൽ ഇതുവരെ ഡൺ ആയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എല്ലാ ഫാൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് എംബൂമോ മാത്രമല്ല, അവർക്ക് എത്ര ഏരിയാസ് അഡ്രസ് ചെയ്യാനുണ്ട്, എസ്പെഷ്യലി മിഡ്ഫീൽഡ്. ഇപ്പൊ ഡേവിഡ് ഓൺസിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ 3 താരങ്ങളെ അങ്ങോട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഫർ ചെയ്തു. ഈ 3 താരങ്ങളുമായിട്ട് മാൻ യുണൈറ്റഡ് ഡിസ്കഷൻ നടത്തുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. മറ്റാരുമല്ല, 3 ഫ്രീ ഏജൻസ് ആണ്. കാൽവിറ്റ് ലൂയിനും ജെയ്മി വാർഡിയും അതുപോലെ തന്നെ കോളിൻ വിൽസണും നമ്മുടെ ന്യൂകാസിലെ കോളിൻ വിൽസൺ. ഇവർ 3 പേരെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഫർ ചെയ്തു. മേ ബി ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ എത്തിക്കാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയണ്ട. കാരണം 3 ഫ്രീ ഏജൻസ് ആണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു സ്ട്രൈക്കറിന്റെ പിന്നാലെ ഉണ്ട്. സോ മാൻ യുണൈറ്റഡ് സ്ട്രൈക്കർ സിറ്റുവേഷൻ പറയാനായിട്ടാണെങ്കിൽ റാസ്മസ് ഹോയിലൻഡ് നിക്കോ പോകുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ബട്ട് അവിടെ നിന്നാലും പോയാലും ഗ്യോക്കറസിനെ എന്തായാലും ആർസണൽ എടുക്കുവാണ്. അതുപോലെ തന്നെ സെസ്കോയ്ക്ക് 100 മില്യൺ ആണ്. കൂടാതെ സെസ്കോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ സെസ്കോ ഇപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമല്ല വേറെ ഒരു ക്ലബ്ബുമായിട്ട് ടോക്സ് നടത്തുന്നില്ല. പുള്ളി ഇപ്പം ലൈപ്സിക്ക് തന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എക്കിറ്റിക്ക് റിയലി എക്സ്പെൻസീവ് ആണ്. ഒസിമൻ ഇപ്പം ഗാലറ്റസറയിലോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. മെറ്റ് റെറ്റൂഗിയോ അല്ലെങ്കിൽ ജോണാഥൻ ഡേവിഡ് പോലത്തെ ഫ്രീ ഏജന്റ് ഓപ്ഷൻസ് യുവന്റസ് എടുക്കുകയും ചെയ്തു. സോ വ്ലാഹോവിച്ച് ഒരു ഓപ്ഷനാണ്. എക്കിറ്റിക്ക് മേ ബി എക്സ്പെൻസീവ് ആണ്, പക്ഷെ വരാൻ റെഡിയാണ്. മേ ബി സമ്മൺ ലൈക്ക് റെറ്റൂഗി ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് ഇപ്പം മേ ബി അവർ ഒരു ടോപ്പ് സ്ട്രൈക്കറിൽ 100 മില്യൺ ഇറക്കും തോന്നില്ല. കൂടാതെ അവരിപ്പോൾ ലിങ്ക്ഡ് അയക്കുന്ന മെയിൻ ലിങ്ക് വന്നിരിക്കുന്ന കാൽവിറ്റ് ലൂയിനുമായിട്ടാണ്. കാൽവിറ്റ് ലൂയിനിൽ പുള്ളിയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൺസേണിംഗ് ആയിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മിഡ്ഫീൽഡ് ഏരിയ ആണ്. സോ റൂബൻ അമോറിയമിന്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുള്ളിയും കൂടാതെ പല ഫാൻസ് മെയിൻലി, ബട്ട് പുള്ളിയും പുള്ളിയുടെ മാനേജ്മെന്റും റിയലി അൺഹാപ്പിയാണ് ഈ വിൻഡോയിൽ നിന്നാണ് കേൾക്കുന്നത്. കാരണം കുൻഹാ ഡീൽ അവർ എത്രയും പെട്ടെന്ന് റണ്ണാക്കി. എംബൂമോയുടെ വേണ്ടി കഴിഞ്ഞ കുറെ ഇപ്പം ട്രാൻസ്ഫറിന്റെ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ലിങ്ക്സ് ആണ്. ആ ഡീൽ ഇതുവരെ പുള്ളാക്കിയിട്ടില്ല. മിഡ്ഫീൽഡ് അഡീഷൻ ഡഗ്ലസ് ലൂയിസുമായിട്ട് ടോക്സ് നടത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജാവി ഗുവേറ എന്ന് പറയുന്ന വലൻസിയയുടെ മിഡ്ഫീൽഡറുമായിട്ട് ലിങ്ക്സ് വന്നു. പക്ഷേ ജാവി ഗുവേറ വലൻസിയായിട്ട് ഒരു ടോക്സ് നടത്തുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് മേ ബി ഹിസ് പ്രിഫേർഡ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിലും വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ മാൻ യുണൈറ്റഡിന്റെ ഇടയിൽ പുള്ളി എളുപ്പമായിരിക്കത്തിൽ 22 വയസ്സായ വലൻസിയയുടെ സ്പാനിഷ് മിഡ്ഫീൽഡർ. സോ കൂടാതെ എഡർസൺ ലിങ്ക്സ് ഉണ്ട്, ഡഗ്ലസ് ലൂയിസ് ഉണ്ട്, ഇങ്ങനെ റിക്കാർഡ് റിയോസ് ഉണ്ട്. ബട്ട് റിക്കാർഡ് റിയോസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇന്റർ മിലാനും റോമയും ചാടി വീണിട്ടുണ്ട്. അത് മേ ബി കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എഡർസൺ 60 മില്യൺ ആണ് ചോദിക്കുന്നത്. സോ ആ മിഡ്ഫീൽഡിലുള്ള അഡീഷൻ മസ്റ്റ് ആണ്. അത് ലാസ്റ്റ് സീസൺ ക്ലിയർലി വിസിബിൾ ആയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീക്കസ്റ്റ് ഏരിയ മിഡ്ഫീൽഡ് തന്നെയാണ്. അപ് ഫ്രണ്ട് ഗോൾ സ്കോർ ചെയ്യാത്തൊരു ഇഷ്യൂ ആണ്. പക്ഷെ ആ ടീമിന്റെ ഏറ്റവും വീക്കസ്റ്റ് ഏരിയ മിഡ്ഫീൽഡിലാണ്. സോ ആ ഏരിയയിൽ എന്തുകൊണ്ട് അഡീഷൻസ് വരുന്നില്ല? എസ്പെഷ്യലി പ്രീ സീസൺ തുടങ്ങാൻ പോവാണ്. സോ പ്രീ സീസൺ 12 ദിവസത്തിനകം തുടങ്ങും. 5 മാച്ചാണ് പ്രീ സീസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നത്. സോ 5 മാച്ചിലും അവരുടെ ഇന്റഗ്രൽ പാർട്ടുകളായ പ്ലേയേഴ്സ് വന്നില്ലെങ്കിൽ മേ ബി സീസൺ സ്റ്റാർട്ടിൽ അവരെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ആദ്യത്തെ 5-6 കളി കഴിയുമ്പോൾ തന്നെ റൂബൻ അമോറിയം സാക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരും. കാരണം ടീമിലോട്ട് മിഡ്ഫീൽഡ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടഫ് ഫിക്സ്റ്റേഴ്സ് ആണ്. ആർഗ്യുബിളി പ്രീമിയർ ലീഗിലെ ആദ്യത്തെ 10 മാച്ചസ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുമാണ്. സോ എങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ബിഗ്ഗസ്റ്റ് കൺസേണിങ് ഏരിയ അഡ്രസ് ചെയ്യാതെ ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ പ്രീ സീസണിലേലും അവരെ തുടങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് അഡ്രസ് ചെയ്തേ പറ്റൂ. സോ എംബൂമോഡി 70 മില്യന് കുറച്ച് ബ്രെൻഫോർഡ് കൊടുക്കത്തില്ല. അവിടെ ഇനി നെഗോഷിയേറ്റ് ചെയ്ത് ടൈം കൊടുത്തിട്ട് ആവശ്യമുണ്ടോ അറിയത്തില്ല. കാരണം 70 മില്യനാണ് അവർ തുടക്കം തൊട്ട് ഡിമാൻഡ് ചെയ്തത്. നെഗോഷിയേറ്റ് ചെയ്ത് അവസാനം അതിൽ തന്നെ അഗ്രി ചെയ്യേണ്ട ഇതിലോട്ട് വരുവാണ്. സോ ആ ഡീല് പുള്ളി ചെയ്യുക, മിഡ്ഫീൽഡ് അഡീഷൻസ് കൊണ്ടുവരിക, മാൻ യുണൈറ്റഡ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പിലാക്കുക. അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യങ്ങൾ സേഫറായിട്ട് പോകത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഡേവിഡ് ഓൺസിന് മറ്റൊരു റിപ്പോർട്ട് വന്ന നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ആമസോൺ ആയിരുന്നു അവരുമായിട്ട് എങ്ങാണ്ട് ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി മാൻ യുണൈറ്റഡ് മാനേജ്മെന്റ് പ്ലാൻ ചെയ്യുമായിരുന്നു. ഒരു വമ്പൻ ഓഫർ, റെക്കോർഡ് ബ്രേക്കിംഗ് ഓഫർ അവർക്ക് ഓഫർ ചെയ്തതാണ്. പക്ഷേ അമോറിയും
വേണ്ട എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അത് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ. മേ ബി ഇത്ര മോശമായിട്ടുള്ള ഒരു സീസൺ 3 മോശം ടൈമിലോട്ട് പോകുന്നു. അപ്പം റെക്കോർഡിങ്ങും കാര്യവും മറ്റും ഒക്കെ ആയിട്ട് പോയാൽ കാര്യം നല്ല രീതിയിൽ പോകത്തില്ല. സോ നമുക്കറിയാം ഇപ്പം നെക്സ്റ്റ് സീസണിലോട്ട് പോകുമ്പോഴേക്കും ഏറ്റവും കെയോട്ടിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം വളരെ അൺസർട്ടൺ ആണ് നെക്സ്റ്റ് ഇയറിലോട്ട് പോകുമ്പോൾ. പുതിയ കോച്ച് റൂബൻ അമോറിയമും പ്ലേയേഴ്സിനും ഇടയിൽ എന്താണ് റിലേഷൻഷിപ്പ്, എന്താണ് അവിടെ ഇഷ്യൂ ഉണ്ടോ, എന്താണ് അവിടെ എന്തെങ്കിലും മാനേജ്മെന്റിന്റെ ഇടയിൽ ഇഷ്യൂ വരുമോ, അഡീഷൻസ് കൊണ്ടുവരുന്ന പ്ലേയേഴ്സിൽ എന്തുമാത്രം അമോറിമിന് സേ ഉണ്ട്, അമോറിം ദ റൈറ്റ് മാൻ, ഈ സ്ക്വാഡിലെ പ്ലേയേഴ്സ് എന്തൊക്കെയാണ്, അവരിൽ ആരൊക്കെയാണ് ഫ്യൂച്ചർ. ഇപ്പം ഫ്യൂച്ചർ ഓർത്തിരുന്ന റാഷ്ഫോർഡ്, ഗർനാച്ചോ, ഇങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പൊ സാൻജോനെ 1 എമൗണ്ട് ഉണ്ട്, ഇവരെയൊക്കെ ഇവരും അമോറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മോശം. സോ ആകെപ്പാടെ ഒരു ടെൻസ് സിറ്റുവേഷൻ ആണ്. സോ റൈറ്റ്ഫുള്ളി ആ ഒരു ഡീല് വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ അമോറിയും പറഞ്ഞത് മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ദാറ്റ് വാസ് എ റൈറ്റ് കോൾ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ച് മറ്റുമൊക്കെ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും.